പ്രിയ വിദ്യാർത്ഥികളെ, 7ാം പാഠമായ കമ്പ്യൂട്ടറിലെ പരീക്ഷണശാലകൾ അതിലുള്ള മറ്റൊരു ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആവർത്തന പട്ടിക നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ആവർത്തന പട്ടിക കൂടുതലായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന കമ്പ്യൂട്ടറിലെ ഒരു സോഫ്റ്റ്വെയറാണ് കാൽഷ്യം സോഫ്റ്റ്വെയർ. ഇത് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ കാൽസ്യം എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ആവർത്തന പട്ടികയാണ്, പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഇതിൽ കുറേ മൂലകങ്ങളുണ്ട്, പല ബ്ലോക്കുകളിലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്, പല ഗ്രൂപ്പുകളായിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ സെലക്ട് ചെയ്തത് ഹൈഡ്രജനാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ വന്നിട്ടുണ്ട്. ഹൈഡ്രജനിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ കുറേ ഗുണങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, കുറേ അതിൻ്റെ പ്രത്യേകതകൾ. മെൽറ്റിംഗ് പോയിൻ്റ് ഹൈഡ്രജൻ്റെ എത്രയാണെന്നുണ്ട്, ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ തിളനിലയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അറ്റോമിക് മാസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടും. അതിന് പുറമെ ഹൈഡ്രജൻ്റെ ആറ്റം മോഡൽ കാണാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയാണ് ഹൈഡ്രജൻ്റെ ഒരു ആറ്റം ഉണ്ടാവുക. ഹൈഡ്രജന് ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഇനി മിസലേനിയസ് എന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ചരിത്രം മനസ്സിലാവും ഹൈഡ്രജൻ്റെ. ഇത് കണ്ടുപിടിച്ചത് 1766 കണ്ടെത്തിയ ആൾ സി കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇനി ഹൈഡ്രജൻ എന്ന പേര് വന്നത് ഗ്രീക്കിലെ ഹൈഡ്രോ ആൻഡ് ജെനോ എന്ന് പറയുന്ന 2 വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥം ഫോംസ് വാട്ടർ, വെള്ളം ഉണ്ടാക്കുന്നത് എന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇനി വേറൊരു മൂലകം സെലക്ട് ചെയ്താൽ, ഇപ്പോൾ ഓക്സിജനാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഓക്സിജൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, ബോയിലിംഗ് പോയിൻ്റ്, അങ്ങനെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ആറ്റം മോഡൽ ഓക്സിജന് ആകെ 8 ഇലക്ട്രോണുകളുണ്ട്. അതിൽ 2 ഇലക്ട്രോൺ ആദ്യത്തെ ഷെല്ലിലും രണ്ടാമത്തത് ഷെല്ലിൽ 6 ഇലക്ട്രോണുമാണുള്ളത്. മിസലേനിയസ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടെത്തിയത് 1774 കണ്ടുപിടിച്ച ആൾ ശാസ്ത്രജ്ഞൻ ജെ പ്രിസ്റ്റ്ലിയാണ്. ഇനി അതിന് പേര് വന്നത്, ഓക്സിജൻ എന്ന പേര് വന്നത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഓക്സിജീനിയം എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഫോംസ് ആസിഡ് എന്നാണ്, ആസിഡ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിന് പുറമെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകുന്ന ഊഷ്മാവാണ്, മെൽറ്റ് ചെയ്യും. അത് നമുക്കൊന്ന് നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ 0.94 കെൽവിനാണ് ഇവിടെ ഉള്ളത്. ഇത് കൂട്ടി പോകുമ്പോൾ മെൽറ്റിംഗ് പോയിൻ്റാണ്. ഇപ്പം മെൽറ്റ് ആകുന്ന ലോഹങ്ങളെ നിങ്ങൾ കാണുന്നുണ്ട്. ഓരോ ലോഹമായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. തിളനില ഉരുകുന്ന ഊഷ്മാവ് കൂടുമ്പോൾ അത് ഇവിടുന്ന് നമുക്ക് കൂട്ടാം. ഇത് മെൽറ്റായി വരുന്നുണ്ട്. ഏതൊക്കെ മൂലകങ്ങളാണ് ഇപ്പോൾ ഓരോന്നിൻ്റെ ഊഷ്മാവ് താപനില വരുന്നതിനനുസരിച്ച് ഓരോരോ മൂലകവും മെൽറ്റായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് ആർക്കാന്ന് നോക്കാം. കാർബണാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻ്റുള്ള
മൂലകം. ഇനി ബോയിലിംഗ് പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ബോയിലിംഗ് പോയിന്റ് സെലക്ട് ചെയ്യുക. ബോയിലിംഗ് തിളകുന്നില്ലയാണ്, തിളക്കുന്ന ഊഷ്മാവ്. അപ്പോൾ ഇപ്പോഴുള്ള തിളനില ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ തിളനില ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ മൂലകങ്ങൾ തിളനിലയിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തിളനിലയുള്ളത് ആർക്കാണെന്ന് നോക്കാം. ഒരു മൂലകം RE എന്ന് പറയുന്ന മൂലകമാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. പേര് റിനിയം എന്നാണ് പേര്. റിനിയം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ആവർത്തന പട്ടിക ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. മൂലകങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. താങ്ക് യു.